ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, നമുക്കിത് കുട്ടികൾക്കൊക്കെ ലഞ്ചായിട്ട് സ്കൂളിൽ കൊടുത്തു വിടാനും അതേപോലെ തന്നെ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാനും ഒക്കെ നല്ലതാണ്. നമ്മളിത് ഗോതമ്പ് പൊടി വെച്ചാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റായിട്ടും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ്. ഇത് നമുക്ക് കഴിക്കുന്നതിനായിട്ട് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം, സമയം ലാഭിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒന്നിച്ചൊഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് കുഴച്ചെടുത്ത് വരാം. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പം അതിലേക്ക് 1 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് സവാളയാണ്. ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിട്ട് കൊടുത്തിട്ട് നമുക്ക് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിപ്പോൾ സവാളയിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതാണ്ട് സവാള ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നപ്പോഴേ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തുറന്ന് വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇതാ കണ്ടില്ലേ, സവാളയൊക്കെ വഴണ്ട് നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം. നമ്മളിതിലേക്ക് ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ, വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഞാൻ ചേർക്കുന്നത് കുറച്ച് ചിക്കൻ മസാലയാണ്. ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണും കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഗരം മസാലയൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു തക്കാളിയാണ്. മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നമുക്ക് പെട്ടെന്ന് വഴണ്ടി വരും. ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. ഇനി നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ വെന്ത് നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഒരു 1-2 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്യാം. ഇതാ കണ്ടില്ലേ, ഇപ്പം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ, ഇത്രയും അളവിൽ മാത്രമേ വെള്ളം ചേർക്കാവൂ. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് മുട്ടയാണ്. ഞാനൊരു 3 മുട്ട ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആ മുട്ട ഞാൻ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളായിട്ട്. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. ഈ മുട്ടയൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ. നമ്മൾ ഇതിൻ്റെ ഉപ്പൊക്കെ നേരത്തെ നല്ല കറക്റ്റ് പരുവാക്കി വെക്കണം കേട്ടോ. കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. മുട്ട ചേർത്തിട്ട് നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട് ഇരിക്കരുത്. അപ്പോൾ മുട്ട ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് ഉടയാതെ ഒന്ന് എടുത്തിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഒരുപാട് വെള്ളമൊന്നും ആയി പോകരുത്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അത് തണുത്ത് വരുന്ന നേരം കൊണ്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചേക്കുന്ന ആ മാവൊക്കെ ഞാൻ ചെറിയ ബോൾസ് ആക്കി ഒന്ന് ഉരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കണം. കുറച്ച് പൊടി ഞാൻ കൗണ്ടർ ടോപ്പിലോട്ട് ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കട്ടിയായി പോകരുത്, അതുപോലെ തന്നെ ഒരുപാട് കനം കുറഞ്ഞും പോകരുത്. എല്ലാ സൈഡും ഒരേ രീതിയിൽ തന്നെ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. കനം കൂടുതലും കുറവും ഒന്നും വരരുത് കേട്ടോ. അപ്പോൾ അതാണ്ട് ഈ ഒരു രീതിയിൽ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പം ഞാൻ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരേ അളവിൽ തന്നെയാണ് എല്ലാം പരത്തിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് പൊടിയൊന്ന് തൂകിയിട്ട് നമ്മൾ ഈ പരത്തി വെച്ചേക്കുന്ന ഷീറ്റ് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിത് പരത്തിയത് ഒരുപാട് നേരം ഇതുപോലെ വെച്ചിരിക്കരുത് കേട്ടോ. അപ്പോൾ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇനി ആ ഷീറ്റിൻ്റെ മുകളിലേക്കും കുറച്ച് പൊടി ഞാനൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ ആ
മിക്സൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ആ മിക്സിൽ നിന്നും കുറച്ച് നമ്മളെടുത്ത് ദാണ്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് മാത്രം വെച്ചാൽ മതി, സൈഡിലോട്ടൊന്നും വെക്കണ്ട, എൻഡിലോട്ടൊന്നും പോകരുത് കേട്ടോ. ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കണം. ഇതേപോലെ വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണിത് കേട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കൂ, ഒരുപാട് ഇഷ്ടപ്പെടും കുട്ടികൾക്ക്. എന്നിട്ട് തന്നെ ഇതേപോലെ വേറൊരു ഷീറ്റ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. രണ്ടും കറക്റ്റ് അളവായിരിക്കണം, കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താണ്ട ഞാൻ ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ സൈഡൊക്കെ നല്ലതുപോലെ ഒട്ടി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ നമ്മളൊരു പാത്രമോ അല്ലെങ്കിൽ ഒരു ടിന്നിൻ്റെ അടപ്പോ വല്ലതും എടുത്താൽ മതി. അപ്പോൾ നമ്മൾ എത്രത്തോളം വലിയ ടിന്നാണ് അല്ലെങ്കിൽ പാത്രമാണ് എടുക്കുന്നതിനനുസരിച്ച് വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ടൊന്ന് അമർത്തി കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലുള്ളതൊക്കെ ഇതേപോലെ തന്നെ ഒന്ന് എടുത്താൽ മതി. ഇതാ കണ്ടില്ലേ, ഇതേ രീതിയിൽ. അപ്പോൾ ഈ പാത്രം നമുക്ക് പതുക്കെ ഒന്ന് പൊക്കി നോക്കാം. ഇതാ കണ്ടില്ലേ, സൈഡൊക്കെ നല്ലതുപോലെ സീലായിട്ട് വന്നിട്ടുണ്ട്, എങ്ങും വിട്ടു നിൽക്കുന്ന ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതിനകത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു മസാലക്കൂട്ടൊന്നും വെളിയിലോട്ടൊന്നും വന്നിട്ട് ഒന്നുമില്ല, ഇതൊന്നും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. ഇനി ആ ഷീറ്റിന് ചെറുതായിട്ട് നനവ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി നമുക്ക് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. നമ്മൾ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 4 എണ്ണം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ആകെ 8 ഷീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 4 എണ്ണമാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ എണ്ണ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. വളരെ കുറച്ച് എണ്ണ മാത്രം മതി ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് പതുക്കെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. എങ്ങും പൊട്ടിപ്പോകാതെ വളരെ ശ്രദ്ധിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. 1 മിനിറ്റ് വേണ്ട, ഒരു 30 സെക്കൻഡ് മാത്രം മതി. ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതി. നമ്മൾ ഈ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നടുക്കുവശം കുക്കായിട്ട് വരുമ്പോൾ സൈഡ് മുകളിലോട്ട് പൊന്തി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതേ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ചെറുതായിട്ട് ആ വശം ഒന്ന് വെന്ത് വരുമ്പോഴേ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സൈഡ് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്യാം. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മളിത് തിരിച്ചിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഇത് പൊട്ടിപ്പോകാതെ നമ്മൾ ഇത് തിരിച്ചിടണം. വേറൊരു സ്പൂണും വല്ലതും സപ്പോർട്ട് ചെയ്ത് വെച്ച് കൊടുത്തുകൊണ്ട് ഇതേ രീതിയിലൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇതാ കണ്ടില്ലേ, ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് ആയിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡും ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ എണ്ണ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ വളരെ കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, ഇതിനകത്തിൽ ഫില്ലിങ്സ് ഒക്കെ വെച്ചതുകൊണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. നമ്മൾ 4 എണ്ണം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ലഞ്ചായിട്ട് കൊടുത്തു വിടാനും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ലതുപോലെ നമ്മുടെ ആ മസാലയൊക്കെ ഇതിനകത്ത് പിടിച്ച് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.